ഹായ്. അപ്പൊ ഇന്ന് മുൻകൂട്ടി നിശ്ചയിക്കാത്തൊരു യാത്രക്ക് നമ്മൾ ഒരുങ്ങിക്കണ ഇനി പോവാനുള്ളൂ. അപ്പൊ പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാവുന്നതാണ്. വിശേഷങ്ങളൊക്കെ പങ്കിടാവുന്നതാണ്. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് കൂടി സ്വാഗതം. അപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന കർമ്മ റോട്ടിൽ കൂടെയാണ്. ഏകദേശം 5.5 കിലോമീറ്റർ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡാണ്. ഈ റോഡ് എത്തിപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നാനി ഹാർബറിൻ്റെ അടുത്താണ്. പക്ഷേ ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ നല്ല മനോഹരമായ നിലയുടെ തീരത്ത് കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈവനിങ് ടൈം ആയാൽ ടൂറിസ്റ്റ് ആൾക്കാരുടെ ഒരു ഒഴുക്കാണ് കർമ്മ റോട്ടിലോട്ട്. ആദ്യമൊക്കെ ഇവിടെ ഈവനിങ് ടൈമിൽ ബോട്ട് സർവീസ് ഉണ്ടായിന്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം അവിടെ തോൽ തീരം ബോട്ട് അപകടം നടന്നുകൊണ്ട് ഇവിടെ ബോട്ട് സർവീസൊക്കെ നിർത്തി വെച്ചിരിക്കുന്നത് തോന്നുന്നു. ഞാൻ പോയപ്പോൾ ബോട്ട് സർവീസൊന്നും കണ്ടില്ല. പക്ഷേ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര മനോഹരമായൊരു അനുഭൂതിയാണ്. അപ്പോൾ നമ്മൾ കർമ്മ റോട്ടിലത്തെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവിടുന്ന് പൊന്നാനിക്കാണ് വന്നിരിക്കുന്നത്. പൊന്നാനിയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടും അവിടുത്തെ വലിയ പള്ളി കാണാൻ വേണ്ടിയിട്ടും ഏകദേശം 500 പഴക്കമുള്ള പള്ളിയാണത്. അതിൻ്റെ സ്ട്രക്ചറും കാര്യമൊക്കെ കാണുന്നത് നല്ല ബ്യൂട്ടിഫുൾ. അതിൻ്റെ അകത്തേക്ക് ബാക്കി നമുക്ക് കാണാം.
അപ്പോൾ ഇന്ന് നമ്മൾ കയറാൻ പോകുന്നത് പള്ളിൻ്റെ ഉള്ളിലോട്ടാണ്. പുറത്തുനിന്ന് പള്ളി കാണാൻ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഓരോ ഖബർസ്ഥാനങ്ങളും കാണാം. ഓരോ മറവട്ട ഔലിയാക്കളെ ഖബറും അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ കയറുന്നത് അതിൻ്റെ ഉള്ളിലോട്ടാണ്. ഉള്ളിൽ ഒളു കൊടുക്കാൻ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ഒരു കുളമാണ്. ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടോയെന്നല്ല. ഇതാണ് അതിൻ്റെ ഉൾവശം. ഫുള്ള് മരമാണ്. മരം എന്ന് പറയാൻ പണ്ടത്തെ കാലത്തുള്ള മരമാണ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളും. പക്ഷെ ഒരു ഉള്ളിൽ കണ്ട് കയറിയാൽ ഒരു കൂൾനെസ് നമുക്ക് അനുഭവം. ഇത് 2ാമത്തെ നിലയ്ക്ക് പോണ ഒരു കോണിപ്പടിയാണ്. ഇതിൻ്റെ ഏകദേശം 2ാമത്തെ തട്ടാണ്. പക്ഷേ ഇവിടെ ഉസ്താദന്മാരോടെ ക്ലാസ് നടക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ അവിടെ ഷൂട്ട് ചെയ്യാൻ ഏറ്റവും മുകളിലേക്ക് വന്നത്. മുകളിലത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഫുള്ള് മരമേറ്റാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും മുകളിലോട്ട് വരുമ്പോൾ നല്ല കൂൾനെസ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെയും ജുമായും കാര്യങ്ങളൊക്കെ നടക്കലുണ്ട്. ഈ പള്ളീൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് കയറി ഇരിക്കുമ്പോൾ നല്ല കൂൾനെസ്സും ഇതേപോലെ തണുപ്പും കാര്യമൊക്കെ നമുക്ക് നല്ല ഫീൽ ചെയ്ത്. ഫുള്ള് മരമാണ്. അതായത് പണ്ടത്തെ കാലത്തുള്ള ഒരു മരം എന്ന് നമുക്ക് പറയാം. ഈ മരങ്ങൾക്കൊക്കെ 500 വർഷം പഴക്കമുണ്ട്.